വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ സ്തോത്രം 7-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാട്ടെ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായിട്ട് നൽകിയിരിക്കുന്നു. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നത് മുൻനിർണയത്തെ പറ്റിയും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുമൊക്കെ ആയിരുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളെയും ദൈവം തെരഞ്ഞെടുത്തത് ഓർത്ത് നാം നന്ദി പറഞ്ഞു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നീ പുറമെയുള്ളതൊന്നും നോക്കരുത്. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുമ്പോൾ ദൈവമോ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു, അകത്തെ ഉള്ളത് അറിയുന്നു, ചിന്തകളെ അറിയുന്നു, ആറ്റിറ്റ്യൂഡുകളെ അറിയുന്നു. നോഹ പെട്ടകം പണിതത് കൊണ്ടല്ല നീതിമാനായത്, നോഹ നീതിമാനായതുകൊണ്ടാണ് പെട്ടകം പണിതത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ള ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ശിരസ് താഴ്ത്തുമ്പോൾ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് പോലെയല്ല ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. മനുഷ്യനാണ് തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ, ഞാൻ ആ ഭാഗം പിന്നെയും പറയുമ്പോൾ എത്ര പ്രാവശ്യം ധ്യാനിച്ചാലും നമുക്ക് പുതിയ 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 വെളിപ്പാടുകൾ ദൈവം തരും. ആമേൻ. നമ്മളാണ് തെരഞ്ഞെടുത്തതെങ്കിൽ ദാവീദിന്റെ വീട്ടിൽ നിന്ന് പൊക്കമുള്ള, വണ്ണമുള്ള, യുദ്ധം പഠിച്ചിട്ടുള്ള യുദ്ധാഭ്യാസികളായ സഹോദരന്മാരെ തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ യുദ്ധം പഠിച്ചിട്ടില്ലാത്ത, എന്നാൽ അവനൊരു രാജാവിന് ആവശ്യമായ ഒന്നാണ് യുദ്ധം അറിഞ്ഞിരിക്കണം, അവൻ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ കേവലം ഒരു ആട്ടിടയനായിരുന്ന, എന്നാൽ ആരാധിക്കുവാൻ കൊതിയുണ്ടായിരുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയായിരുന്ന ദാവീദിനെ ദൈവം ആ ഭവനത്തിനകത്തുനിന്ന് തെരഞ്ഞെടുത്തു. യെസ് ലോർഡ്. ആ തെരഞ്ഞെടുപ്പിന്റെ മാഹാത്മ്യം രുചിച്ചറിഞ്ഞ ശൗല് ആ തെരഞ്ഞെടുപ്പിന്റെ മാഹാത്മ്യത്തിൽ നിൽക്കാതിരുന്നപ്പോൾ അവനെ ആ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിട്ട് അവിടേക്ക് ഒരു ആട്ടിടയെ കൊച്ചനെ കൊണ്ടിരുത്തുന്നു. ശ്രദ്ധിച്ചാട്ട ദൈവമക്കളെ, മോശയുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുമ്പോൾ നമ്മളും കർത്താവിനെ ഒത്തിരി സ്തുതിക്കും. കാരണം വാക്ചാതുര്യമുള്ള, പ്രസംഗിക്കാൻ അറിയാവുന്ന, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, എലക്വൻസിയുള്ള അഹരോനെ മാറ്റി നിർത്തിയിട്ട്, തൻ്റെ സഹോദരന്മാരെ മാറ്റി നിർത്തിയിട്ട് കേവലം വിക്കുള്ള ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ, ഇന്ന് രാത്രി ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേലും വന്നതിനാൽ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കണം. തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദാനിയേലിനെ തെരഞ്ഞെടുത്ത ദൈവം, പത്രോസിനെ തെരഞ്ഞെടുത്ത ദൈവം, യോഹന്നാനെ തെരഞ്ഞെടുത്ത ദൈവം. ആമേൻ. തൻ്റെ തെരഞ്ഞെടുപ്പുകളൊന്നും തെറ്റിപ്പോയിട്ടില്ല എന്ന് നമ്മളിലൂടെ തെളിയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മളെ തെരഞ്ഞെടുത്ത ദൈവകൃപ. ആമേൻ. ആമേൻ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതല് തൻ്റെ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി കഴിയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മോശയെക്കാട്ടിലും അഹരോന് വാക്സാമർത്ഥ്യമുള്ളവനും മികച്ച സംഘാടകനുമാണെന്ന് മനസ്സിലാക്കി. എന്നിട്ടും അവനെ തിരഞ്ഞെടുക്കാതിരുന്നത് മാനുഷിക പ്രാപ്തി അല്ല, ആമേൻ, ദൈവത്തിന് നിദാനമായിരിക്കുന്നത്. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മോശ പലതവണ പറഞ്ഞിട്ടും മോശയെ അതിൻ്റെ മുൻപന്തിയിലേക്ക് ദൈവം നടത്തി. ഇന്നലെ നമ്മൾ കണ്ടു, യെരമ്യാവിനെ ദൈവം തെരഞ്ഞെടുത്തു. എപ്പോൾ തെരഞ്ഞെടുത്തു? അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തു. ജാതികൾക്ക് പ്രവാചകനായി. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരു ബാലനാണ് എന്ന്, ആമേൻ, എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ് യെരമ്യാവിനെ ഒരു അത്ഭുത പ്രവാചകനാക്കി മാറ്റി. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ, വീണ്ടെടുപ്പിന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ പ്രീഡെസ്റ്റിനേഷൻ പഠിക്കാനിടയായി. പ്രീഡെസ്റ്റിനേഷൻ, ദൈവത്തിന്റെ മുൻനിർണയം. നമ്മൾ പഠിച്ചത് എന്താണ്? എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ മുൻനിർണയിച്ചത്? ഒന്ന്, നമ്മൾ പഠിച്ചു, സ്വപുത്രന് അനുരൂപരാകാൻ ദൈവം നമ്മളെ മുൻനിർണയിച്ചു. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. സ്വപുത്രന് അനുരൂപരാകാൻ ഞാൻ പഠിച്ചതാണ്. എങ്കിൽ ഒന്നും കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഇതൊന്ന് തറച്ചു കയറാൻ, ഒന്നും കൂടെ അതിനെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളിത് ജീവനായിട്ട് പരിണമിക്കും.
ആമേൻ. ഒന്ന്, സ്വപുത്രന് അനുരൂപനാകാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനാകാൻ എന്ന് എഫീസ് ലേഖനം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നു. രണ്ടാമത്, എന്തിനു വേണ്ടിയാണ് നമ്മളെ മുൻനിർണയിച്ചത്? തന്റെ സൗജന്യമായുള്ള രക്ഷയ്ക്കായിട്ടാണ് നമ്മളെ മുൻനിയമിച്ചത്. ആമേൻ. എഫീസ് ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതേ എഫീസ് ലേഖനം തന്നെ സൽപ്രവർത്തിക്കായി ലോകത്തിൽ നമ്മളെ അവൻ മുൻ നിയമിച്ചു എന്ന് എഫീസ് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, വിളിച്ച് തേജസ്കരിക്കുവാൻ വേണ്ടി നമ്മളെ മുൻ നിർണയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അടുത്തത് ശ്രദ്ധിക്കണമേ, എഫീസ് ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, വിശുദ്ധരും നിഷ്കളങ്കരുമായി തിരുസന്നിധിയിൽ നിൽപ്പാൻ. എഫീസ് ലേഖനം 1:4 നിത്യതയിൽ നിൽക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ മുൻ നിർണയിച്ചു. എഫീസ് ലേഖനം 2-ാം അധ്യായം 19-ഉം 20-ഉം വാക്യം പറയുന്നു, സ്വന്തം ഭവനക്കാരനായി തീരുവാൻ. ഇൻ ഗോഡ്സ് ഫാമിലി ദൈവം നമ്മളെ മുൻ നിയമിച്ചു. ഇന്ന് നമ്മൾ പഠിക്കും, സ്തോത്രം, റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തി നിമിത്തം, വീണ്ടെടുപ്പ് നിമിത്തം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് നാം ക്രിസ്തുവിന്റെ ഭവനക്കാരായി എന്നുള്ളതാണ്. വി ആർ ഇൻ ഗോഡ്സ് ഫാമിലി. നമ്മളെ എല്ലാം കർത്താവ് വിലയ്ക്ക് വാങ്ങി ഒരേ കുടുംബസ്ഥരാക്കി മാറ്റി. ഏത് ജാതിയിൽ ജനിച്ചവരാണോ, ഏത് കളറുള്ളവരാണോ, ഏത് ഏത് സ്കൂളിൽ പഠിച്ചവനാണോ, ഏത് വിദ്യാഭ്യാസമുള്ളവനാണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവരാജ്യത്തിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന് നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാനിടയായി. ശ്രദ്ധിച്ചു നാം മുന്നോട്ട് പോകുമ്പോൾ ഇന്നു രാത്രിയിലും വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തിൽ ആസ്പദമാക്കി ഇന്നലെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. വീണ്ടെടുപ്പ്, ആമേൻ. വീണ്ടെടുപ്പിൻ മുഖാന്തരമായി നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീർന്നു എന്ന് ആമേൻ നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം അല്പം കൂടെ ആഴമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആശിക്കുകയാണ്. ഇത് പുതിയ നിയമത്തിന്റെ ഒരു ടേമല്ല. വീണ്ടെടുപ്പ് എന്നുള്ളത് പഴയ നിയമത്തിൽ തന്നെ ഉള്ളതാണ്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം നാം വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ പറ്റും, കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പിനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ എക്സോഡസ് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ എങ്ങനെയാണ് ഒരു മൃഗത്തെ, ഒരു വിലയില്ലാത്തൊരു മൃഗമായ കഴുതയെ എങ്ങനെ വീണ്ടെടുക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ വീണ്ടെടുപ്പിന്റെ വില. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലതിനെയും എങ്ങനെ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി അതിശയകരമായി തോന്നിയത് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു കഴുതയുടെ കടിഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ മൂത്തത്, ഏറ്റവും ആദ്യത്തെ ആണ്, അങ്ങനെയാണ്. ഫസ്റ്റ് ബോൺ അല്ലേ? കടിഞ്ഞൂലുകളൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. അതിനെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ, അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെയൊക്കെയും നീ വീണ്ടുകൊള്ളണം. ഫസ്റ്റ് ബോൺ ആയിട്ട് ജനിക്കുന്നത് ആ ഒരു കഴുതയാണെങ്കിൽ ആ കഴുതയുടെ ആദ്യജാതനെ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തിട്ട് വീണ്ടെടുക്കണം. അതായത് ഒരു കഴുത ഈസ് ഈക്വൽ ടു ഒരു ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിക്ക് കഴുതയേക്കാൾ വിലയുള്ളത് കൊണ്ട് ആരും അതിന് തുനിയാറില്ല. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതിനുവേണ്ടി ആരും വില കൊടുക്കാറില്ല. വില കുറഞ്ഞ കഴുതയ്ക്ക് വേണ്ടി വിലയുള്ള ആട്ടിൻകുട്ടിയെ കൊടുക്കുവാൻ ആരും തയ്യാറാകത്തില്ല. അതുകൊണ്ട് മിക്കാറുമുള്ള കഴുതകളൊക്കെ അതിൻ്റെ ദുർവിധി നിങ്ങൾ കേട്ടോണം, അതെല്ലാം കഴുത്തൊടിച്ച് കൊല്ലപ്പെടുവാൻ വിധിക്കപ്പെട്ട ഒരു മൃഗമായിരുന്നു കഴുത എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, പക്ഷെ കർത്താവായ യേശു ക്രിസ്തു വാഹന മൃഗമാക്കുവാൻ തെരഞ്ഞെടുത്തത് കുതിരയല്ല. അവിടെയാണ് എനിക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആർദ്രത. ആർക്കും വേണ്ടാതെ കഴുത്തൊടിച്ച് കൊല്ലപ്പെടേണ്ട ഒരു മൃഗമായിരുന്ന, ശാപത്തിന്റെ അടയാളമായിരുന്ന, സ്തോത്രം, അശുദ്ധിക്ക് അടയാളമായിരുന്ന മൃഗമായിരുന്ന, സ്തോത്രം, കഴുതയെ കർത്താവ് തെരഞ്ഞെടുത്തു.
ആമേൻ. കർത്താവ് വാഹനമാക്കാൻ ആമേൻ ഒരു കുതിരയെ കർത്താവിന് തെരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ യഹൂദന്റെ സിംബലിൽ അനുസരിച്ച് രാജാവായി സ്ഥാനമേൽക്കുമ്പോൾ കഴുതപ്പുറത്ത് വരുന്ന ഒരു ചടങ്ങ് അവർക്കുണ്ട്. അതവിടെ ഉണ്ട്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ കഴുതയെ തെരഞ്ഞെടുക്കുവാൻ ഒരു സീക്രട്ട് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ കഴുത അവിടെ അന്ന് ജീവിച്ചിരിക്കണമെങ്കിൽ ആരോ അതിൻ്റെ പിന്നിൽ വില കൊടുത്തിട്ടുണ്ട്. ഉടമസ്ഥൻ ഇല്ലാത്ത ഒരു കഴുതയല്ല കഴുത. പക്ഷേ കർത്താവിന് വേണ്ടി ആമേൻ വാഹന മൃഗമാക്കുവാൻ ആ കഴുതയെ ആ ഉടമസ്ഥൻ വിട്ടുകൊടുത്തു. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് തന്നെ മറ്റാർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം ആ കഴുതയ്ക്ക് ലഭിച്ചു. ശ്രദ്ധിച്ച്, നമ്മളൊരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ആ കഴുത കർത്താവിനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും അവനെ ആമേൻ ഓശാന പാടി. അവൻ തന്നെ ചിന്തിച്ചു, അവന് വേണ്ടിയാണ് ഈ ഓശാന പാടുന്നത്. കുരുത്തോലകൾ ഇട്ടുകൊടുത്തു. അവർ ആമേൻ ആമേൻ ആവേശത്തോടെ അവന്റെ വഴികളിലെല്ലാം പട്ടുമെത്ത വിതച്ചു. പക്ഷെ കർത്താവില്ലാതെ ഒരു ഭാവനയാകട്ടോ, കർത്താവില്ലാതെ അവൻ ഒരു ദിവസം ആ വഴിയിലൂടെ വന്നപ്പോൾ ഹോശാന വിളിച്ചവർ അവനെ കല്ലെറിഞ്ഞു എന്നാണ് കഥ. സ്തോത്രം. കർത്താവിന്റെ മക്കളെ, ഇന്ന് രാത്രി നമ്മുടെ ക്രെഡൻഷ്യൽസ്, നമ്മുടെ അനുഗ്രഹം നമ്മളെ മാനിക്കുന്നതിന്റെ കാരണം നമ്മൾ കർത്താവിനെ ചുമക്കുന്നത് കൊണ്ടാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നേക്കാൾ വിദ്യാഭ്യാസവും നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരൊക്കെ, നമ്മളെക്കാൾ ശ്രേഷ്ഠരായവർ, ആമേൻ, ലോകത്തിന്റെ ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർ നമ്മുടെ മുന്നിൽ ശുശ്രൂഷ അനുഭവിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ കരമുയർത്തി ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ അവരുടെ മടിയും കൂടാതെ കർത്താവിനെ സ്തുതിക്കും. കാരണം എന്തെന്നറിയാമോ? നമ്മൾ ചുമക്കുന്ന അഭിഷേകത്തെ മാനിച്ചിട്ടാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ. കഴുത്തൊടിച്ച് കൊല്ലപ്പെടുവാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരു കഴുതയ്ക്ക് സമാനമായ മനുഷ്യകുലത്തെ ആമേൻ കർത്താവ് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് രക്ഷിച്ചു. പഴയ നിയമത്തിൽ അന്യമായ ഒരു പദമല്ല വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മൊത്തം തുടങ്ങുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ വഴി വിട്ടു പോയപ്പോൾ, പാപത്തിൽ ചെന്ന് അധപ്പതിച്ചപ്പോൾ അവൻ പാപത്തിന് അടിമയായി തീർന്നു. പാപത്തിന് അടിമയായി തീർന്നപ്പോൾ ദൈവത്തെ അവന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് ആമേൻ യഹോവയായ ദൈവം ആമേൻ വെയിലാറിയപ്പോൾ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നു. എന്നത്തെ പോലെ ആദമിന്റെയും ഹൗവയുടെയും തോളയിൽ കൈയിട്ടുകൊണ്ട്, മക്കളെ ഇന്ന് എന്തുവാടാ കഴിച്ചത്? ഇന്നത്തെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വളരെ ഫെലോഷിപ്പിൽ നടന്ന ആമേൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശമായി ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആമേൻ. 2, ഞാൻ വിശ്വസിക്കുന്നു ഫെലോഷിപ്പിന് വേണ്ടിയാണ്. ഫെലോഷിപ്പ് ദൈവത്തിന് തൻ്റെ മക്കളുടെ കൂടെ നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ശ്രദ്ധിച്ചോണം കേട്ടോ, ദൈവത്തിന് തൻ്റെ മക്കളുടെ കൂടെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലയോ ഹാനോക്ക് 360 സംവത്സരം, ആമേൻ സ്തോത്രം, 300 സംവത്സരം ദൈവത്തിൻ്റെ കൂടെ നടന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്ക് 300 സംവത്സരം കൂടെ നടന്നിട്ട്, 300 വർഷം കൂടെ നടന്നിട്ടും ദൈവത്തിന് കൊതി തീരാതെ ഹാനോക്കിനെ കൂടെ നടക്കാൻ അങ്ങ് സ്വർഗത്തിലേക്ക് എടുത്തോണ്ട് പോയി. അതാ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിന് നമുക്ക് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ബോറടിക്കും, പക്ഷെ സ്വർഗത്തിന് ഒരിക്കലും കൊതി തീരത്തില്ല. നമ്മളോട് ഫെലോഷിപ്പ് ചെയ്യാൻ, നമ്മളോട് സംസാരിക്കാൻ, നമ്മുടെ കൂടെ നടക്കാൻ, നമ്മോട് സഹകരിക്കാൻ, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ, നമ്മളോട് സംസാരിക്കാൻ കൊതിയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം കേട്ടോ. ഇന്ന് രാത്രി ആ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഏദൻ തോട്ടത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും ഓടി ഒളിച്ചിരിക്കുകയാണ് മരത്തിൻ്റെ ആമേൻ മറവിൽ. ശ്രദ്ധിച്ച ആ മരം എന്ന് പറയുന്നത് ആത്മാവിനെ വിളിച്ചു പറയേണ്ടത് ദാറ്റ് ഷോസ് ദ റിലീജിയൻ. ഒരു മതങ്ങൾക്കും നമ്മളെ ദൈവത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ പറ്റില്ല. മനുഷ്യനെ മറച്ചു പിടിക്കുന്ന മനുഷ്യനെയും ദൈവത്തെയും മറച്ചു പിടിക്കുന്ന ഒന്നാണ് മതമെന്ന് പറയുന്നത്. നോ റിലീജിയൻ ക്യാൻ സേവ് യു. ഒരു മതത്തിനും നമ്മെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു മതത്തിൻ്റെ കർമ്മത്തിനും രക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ സ്വന്തം പ്രവർത്തിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? അയ്യോ, അവർ കാട്ടത്തികൾ തുന്നി, അവർ പാവാടയുണ്ടാക്കി, നല്ല ഒന്നാന്തരം പാൻറ്റും ഷർട്ടും ഉണ്ടാക്കി ഇട്ടെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേന് വാഴയില ചുരുണ്ടു പോകുന്നത് പോലെ ഇല ചുരുണ്ടു പോകുന്ന പോലെ ചുരുണ്ടുപോയി. അയ്യോ, മനുഷ്യന്റെ കൈയുടെ പ്രവർത്തികളെല്ലാം അങ്ങനെയാണല്ലോ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അവൻ നാണം മറയ്ക്കുവാനായി ചെയ്തതെല്ലാം അസ്തമിച്ചു പോയപ്പോൾ, സ്വർഗം ഇറങ്ങി വന്നപ്പോൾ അവന്റെ നാണക്കേട് ഇച്ചിരൂടെ നാണക്കേടാക്കി തീർക്കുവാനല്ല സ്വർഗം തീരുമാനിച്ചത്.
ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഏദൻ തോട്ടത്തിൽ നഗ്നരായി നിൽക്കുന്ന ആ രണ്ട് മനുഷ്യരെ, രണ്ട് സൃഷ്ടികളെ സ്വർഗം എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിൻ്റെ തോലെടുത്ത് ആ ദൈവം ആദമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ആ മൃഗം എന്തുവാന്ന് അവിടെ പറയുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഈ മൃഗം ഏതെന്നറിയാമോ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. അന്ന് ഏദൻ തോട്ടത്തിൽ ഏത് മൃഗം അറുക്കപ്പെട്ടെന്ന് സൈലന്റ് ആയിരുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകം വിളിച്ചു പറയാ, മനുഷ്യ, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി തേജസ്സിന്റെ വസ്ത്രം നൽകി തരുവാൻ ഒരു മൃഗം പോലെ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപഭാരത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ. ഐ ലവ് ദാറ്റ് ടേം, കുഞ്ഞാട്. എന്ത് സാധു മൃഗമല്ലേ? പക്ഷെ വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ കർത്താവിന് കൊടുക്കുന്ന പേരുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട്, സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട്. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ന്യായമായും കർത്താവിനെ പറ്റി പറയേണ്ടിരുന്നത് സിംഹാസനത്തിൽ ആയിരിക്കുന്ന ലയൺ ഓഫ് ജൂഡ എന്നാണ്. പക്ഷെ വേദപുസ്തക ഭാഷ്യം കേട്ടോ, അവൻ കുഞ്ഞാടായിട്ട് അവിടെ ഇരിക്കുന്നത്. ഷമാന ഹസ്തല പ്രൗഢ റീഖാന ഹംദൽ പ്രൗഢ. അന്യഭാഷയിൽ അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമോ? ഐ നോ ദിസ് എ ബൈബിൾ ക്ലാസ്, ബട്ട് ഗോഡ് വാണ്ട്സ് ടു ടച്ച് യു ദിസ് ഈവനിങ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ തൊടുവാൻ ആഗ്രഹമുണ്ട്. ശ്രദ്ധിച്ചാട്ടെ. Hallelujah. Thank you Jesus. Amen. Amen. ഇന്ന് രാത്രി റിഡംഷനെ പറ്റി പറയുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത് അവർ ഫറവോന്റെ അടിമത്തത്തിലായി പോയി. ഫറവോന്റെ അടിമത്തത്തിൽ ശ്രദ്ധിച്ച്, ഇസ്രായേൽ മക്കൾ അവർ ദൈവമക്കളാണ്. ദൈവമക്കൾ, അതായത് ഇസ്രായേൽ മക്കൾ നമുക്ക് നിഴലാണ്. അതായത് ഈ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന, സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ദൈവമക്കൾക്ക് നിഴലാണ് ഇസ്രായേൽ മക്കൾ. ഫറവോൻ നമ്മളെ ഗ്രസിക്കുന്ന, നമ്മളെ വിടത്തില്ല, ആരാധിക്കാൻ വിടത്തില്ല, ദൈവിക അനുഗ്രഹത്തിലേക്ക് വിടത്തില്ലെന്ന് പിടിച്ചു വെക്കുന്ന പൈശാചിക മേഖലകളെ കാണിക്കുന്നതാണ് ഫറവോനും അവന്റെ സൈന്യവും. എന്നാൽ സ്തോത്രം, ആ ചെങ്കടൽ കാണിക്കുന്നത് സ്നാനത്തിന്റെ മുൻകുറിയാണെന്ന് പുതിയ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സ്നാനപ്പെട്ട് നീ അപ്പുറത്ത് പോകുമ്പോൾ നിന്റെ പിന്നാലെ വരുന്ന ഒരു സൈന്യത്തെ അതേ വെള്ളത്തിൽ തന്നെ സ്വർഗം മുക്കിക്കൊല്ലുന്നു. പാപം അവിടെ മരിക്കുന്നു, ഒരു ഉയർത്തെഴുന്നേപ്പുണ്ടാകുന്നു. അക്കരെ കയറുന്നവനെ തിരിച്ചു പോക്കില്ല. ആമേൻ. എന്തിനാ കർത്താവേ ഒരു ഈസി ആയിട്ട് കയറാവുന്ന ഒരു വഴിയിലൂടെ ഇത്രയും വർഷം കറക്കിക്കൊണ്ട് വന്നിട്ട് ചെങ്കടൽ വിഭാഗിച്ച് അപ്പുറത്ത് കൊണ്ടുപോയത്? ഈ വഴി കൊണ്ടുപോയത് എന്തിനെന്നറിയാമോ? തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാൽ പോലും പോകാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ, ചെങ്കടൽ വിഭാഗിച്ച അപ്പുറത്ത് കൊണ്ടുപോയത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. സ്തോത്രം, ആമേൻ. മോശ കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണെങ്കിൽ, സ്തോത്രം, കനാൻ ദേശം സ്വർഗരാജ്യത്തിന് നിഴലാണെങ്കിൽ, കനാൻ ദേശത്തേക്ക് ചെന്നപ്പോൾ ഹിത്യര്, യെബൂസ്യര്, അങ്ങനെ ഒത്തിരി ജാതികളുണ്ടായിരുന്നു അവിടെ. അവരെ എല്ലാം കീഴ്പ്പെടുത്തിയിട്ട് വേണമായിരുന്നു യോശുവയ്ക്ക് രാജ്യത്തെ കീഴടക്കാൻ. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, നീ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ യുദ്ധം ചെയ്ത് കീഴടക്കണ്ട. കർത്താവ് ഇപ്പോഴേ മനോഹരമായ വാസസ്ഥലങ്ങൾ ആമേൻ പണിഞ്ഞുകൊണ്ടിരിക്കുക. മാൻഷൻസ് ഏക്കർ കണക്കിനായിരിക്കും ഒരു ദൈവ പൈതലിന് കിട്ടാൻ പോകുന്നത്. അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. യോശുവ യുദ്ധം ചെയ്ത് കീഴടക്കിയ പോലെ നാം കീഴടക്കണ്ട. സൗജന്യമായി തൻ്റെ പുത്രനോടുള്ള സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായി തൻ്റെ പുത്രന്റെ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന, ആമേൻ, കുഞ്ഞാടിന്റെ ചോരയിൽ അങ്കി കഴുകി വെളുപ്പിച്ചു നിൽക്കുന്ന ശുദ്ധന്മാർ, ഹല്ലേലൂയ, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട തന്റെ മണവാട്ടിയാകുന്ന സഭ. ഓ മൈ ഗാഡ്, അവർക്ക് വേണ്ടി പുത്തനാം യെരൂശലേമിൽ ഒരുക്കുന്ന നിത്യതയുടെ കവാടത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സെക്കൻഡ് തിങ്, we got through redemption, we are redeemed and we got eternity. നമുക്ക് കിട്ടിയത് നിത്യതയാണ്. സ്തോത്രം. എനിക്ക് ഒത്തിരി അതിശയകരമായിട്ട് തോന്നുന്നത്, ഈ ഫറവോനും സൈന്യത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ മക്കളെ പുറത്തു വിടാതിരുന്നപ്പോ ദൈവം മോശയിലൂടെ കൽപ്പിച്ചൊരു കൽപ്പനയുണ്ട്. മോശയിലൂടെ ആമേൻ ഫറവോനോട് പറയാണ്, there shall be, amen, there shall not a hoof be left
ബിഹൈൻഡ്. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഒരു കുളമ്പെന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാമോ? ഒരു മൃഗത്തിൻ്റെ കാലിൻ്റെ അടിയിലുള്ള സംഭവമായി കുളമ്പെന്ന് പറയുന്നത്. അതായത് ഒരു മൃഗത്തെ പോലും എനിക്ക് വിധിക്കപ്പെട്ട എൻ്റെ വെൽത്തിനകത്തുള്ള എൻ്റെ പേരിലുള്ള എൻ്റെ അവകാശമായ ഒരു മൃഗത്തെ പോലും നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. പിന്നല്ലേ എൻ്റെ തലമുറകളെ നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നത്? അവരെ, ആ മൃഗത്തെ പോലും ഞങ്ങൾ കൊണ്ടുപോകും. കാരണം യഹോവയ്ക്കതിനെ യാഗം കഴിക്കാനുള്ളതാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ആരോടോ ദൂത് പറയുകയാണ്. റിഡംഷൻ ഈസ് ഫോർ യുവർ ഫാമിലി ഓൾസോ. ഇന്ന് രാത്രി ആത്മാവിൽ സ്വർഗത്തിന്റെ നിർണയം വിളിച്ചു പറയാം. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ മൊത്തം പേരും അക്കരെ കടക്കും. യേശുവിൻ നാമത്തിൽ somebody receive this in the name of Jesus. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ ദൈവം രക്ഷിച്ചത് ആ വീട്ടിലെ ആദ്യ ഫലമായിട്ടായിരിക്കും. ശങ്കിക്കണ്ട, ഭാരപ്പെടണ്ട. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇന്ന് രാത്രി അതൊരു ദൂതായിട്ട് ഏറ്റെടുത്തോ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആരോടോ പരിശുദ്ധാത്മാവിൽ ദൂത് പറയാ. നീ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുക. പക്ഷെ ആത്മാവിൽ നിന്നെക്കാൾ തീഷ്ണതയോടെ ഒരു തലമുറയെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അടകന, ഹന്തന, ദീപ, റഗന പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇരിക്കുന്ന സ്ഥലം മറന്ന് അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഉഡാന ഹസ്തൽ പ്രൗഢ ജഗദന. ഈ ബൈബിൾ ക്ലാസ് വളരെ സ്ലോയിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അകത്ത് കത്തിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ. എക്സോഡസ് ചാപ്റ്റർ 10 വേഴ്സസ് 26. പുറപ്പാട് പുസ്തകം 10-ാമത്തെയും 26-ാം വാക്യം പറയാം, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ മൊത്തത്തെ ഞാൻ അക്കരെ കടത്തും. മൊത്തത്തെയും. അത് ദൈവത്തിന്റെ നിർണയമാ. ഫറവോൻ എത്ര വലിയ പദ്ധതികൾ ഒരുക്കിയാലും ഫറവോൻ അവരടിമകളെ, എപ്പോഴും ഞാൻ പറയത്തില്ലേ, അവരടിമകളായിരുന്നു. ദൈവത്തിന്റെ മക്കളെ പിശാച് നോക്കുമ്പോൾ അവരെ അടിമയാക്കണം. പാപത്തിന് അടിമയാക്കണം, രോഗത്തിന് അടിമയാക്കണം, ശാപത്തിന് അടിമയാക്കണം. അവൻ അങ്ങനെ വാഴണം. പക്ഷെ സ്വർഗം അങ്ങനെ അല്ല ആഗ്രഹിക്കുന്നത്. ഫറവോനോട് സ്വർഗം പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ ആദ്യജാതനാണ്, നിനക്കവൻ അടിമയായിരിക്കും. നിനക്കവൻ ഇഷ്ടിക ഉണ്ടാക്കി തരാനുള്ള വെറും അടിമകളായിരിക്കാം. പക്ഷെ നിന്റെ ഇഷ്ടിക ചൂളയിൽ കരിയും പുകയും കൊള്ളാനല്ല. ഞാൻ അവനെ വീണ്ടെടുക്കാൻ പോകുക. ഞാൻ അവനെ രക്ഷിക്കാൻ പോകുക. ഞാൻ അവനെ പുറത്തെടുക്കാൻ പോകുക. ആത്മാവിൽ ഞാനൊരു ദൂത് നിങ്ങളോട് പറയട്ടെ. എൻ്റെ അകം കത്തിക്കൊണ്ട് ഫറവോൻ ഞെരിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ പുറപ്പാട് വന്നിരിക്കുകയാണ്. ഓ യെസ്, എക്സോഡസ് 1:12 പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. എന്നാൽ അവൻ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. പെരുകുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 100 200 മാറി, 200 400 മാറി, 400 800 മാറി, 800 1600 മാറി, 1600 3000. ഓ കം ഓൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ മെമ്മറി കൊണ്ട് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. മൾട്ടിപ്ലിക്കേഷനാ. പിശാച് നിന്റെ ബിസിനസ്സിനെ ഞെരുക്കുന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുക. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പിശാച് ഞെരുക്കുന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ആകാൻ പോവുക, പെരുകാൻ പോവുക, പെരുകി വർദ്ധിച്ചു. സാധാരണ പീഡിപ്പിക്കും തോറും അവൻ നശിക്കേണ്ടതാ. പക്ഷെ ദൈവജനത്തിനൊരു പ്രത്യേകതയുണ്ട്. പീഡിപ്പിക്കും തോറും അവൻ വർദ്ധിക്കും. യെസ് 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 പീഡിപ്പിക്കും തോറും അവൻ വർദ്ധിക്കും. നിങ്ങൾ ആത്മാവിൽ പറ, ശത്രുവേ നീ എന്നെ പീഡിപ്പിച്ചോ, ഹല്ലേലൂയ, പക്ഷെ എനിക്കൊരു വർധനവുണ്ട്, എനിക്കൊരു വർധനവുണ്ട്, എനിക്കൊരു വർധനവുണ്ട്. ക്ഷീണിച്ചു പോകണ്ട കേട്ടോ. ഒത്തിരി പേര് പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വർധനവിന്റെ സമയമാണ്. സ്തോത്രം. ശ്രദ്ധിച്ചാണ്. ഹല്ലേലൂയ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപങ്ങളുടെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ. ഗലാത്യ ലേഖനം 4-ാം വാക്യം പറയുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. സോ ദാറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ബർത്ത്. ഒരു പ്രകൃത്യാതീതമായ ഒരു ജനനമായിരുന്നു. എന്ന് ശ്രദ്ധിച്ചേ. അവൻ മറ്റാർക്കും കിട്ടാത്തൊരു വാഗ്ദത്തമാണ് മറിയയ്ക്ക് കിട്ടിയത്. ആ വാഗ്ദത്തത്തിന് മറിയ കൊടുത്ത വില തൻ്റെ ജീവനായിരുന്നു, തൻ്റെ ഭാവിയായിരുന്നു, തൻ്റെ സൃഷ്ടായുസായിരുന്നു. ഇന്ന് രാത്രി ആർക്കും കിട്ടാത്ത ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇഫ് യു ഗോട്ട് എ യുണീക്ക്
calling or unique promise in your life, you have to give your life. You have to surrender your life for the fulfillment of God's promise. ശ്രദ്ധിച്ചേ, അന്ന് മറിയ അനുവദിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും മറിയയെ കാട്ടിലും ക്വാളിറ്റിയും ആമേൻ ആമേൻ ഹല്ലേലൂയ വിളിയും ആമേൻ വിശുദ്ധിയുമുള്ള ഒരു പെങ്കൊച്ചിനെ സ്വർഗം തെരഞ്ഞെടുത്തേനെ, നോ ഡൗട്ട്. കാരണം കർത്താവിന് ജനിച്ചേ ഒക്കെ ഉള്ളായിരുന്നു. പക്ഷെ മറിയ സറണ്ടർ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ കൃപ ലഭിച്ചവളായ മറിയയെ ഇന്ന് രാത്രിയിലും നാം പ്രസംഗിക്കുന്നത്. മറിയ കംപ്ലീറ്റ്ലി അറിഞ്ഞുകൊണ്ടാണോ കർത്താവിനെ സ്വീകരിച്ചത്? മേരി ഡിഡ് യു നോ എന്നൊരു കവിതയുണ്ട്, നിങ്ങളത് കേൾക്കണം. മേരി ഡിഡ് യു നോ, നിന്റെ ഉദരത്തിനകത്ത് ജനിച്ച കുഞ്ഞ് അവൻ വെള്ളങ്ങളുടെ മേളിൽ നടക്കുമെന്ന് നിനക്കറിയാമായിരുന്നോ? മേരിയോട് ചോദിക്കുവോ കവി, മറിയെ നിനക്കറിയായിരുന്നോ അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്? മറിയ നിനക്കറിയാമായിരുന്നോ നിന്റെ ഉദരത്തിൽ ജനിച്ചൊരു കുഞ്ഞ് അവൻ വളർന്നു കഴിയുമ്പോൾ 5 അപ്പത്തെ 2 മീൻ എടുത്ത് വാഴ്ത്തുമ്പോൾ അത് 5000-ങ്ങൾക്ക് 10,000-ങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന്? മറിയ, നീ വിചാരിച്ച ഒരു കല്ലറയുടെ മുമ്പിൽ ചെന്ന് ലാസറെ പുറത്തു വരികയെന്ന് കൽപ്പിക്കുമ്പോൾ മരിച്ചു 4 നാളായി പുഴുവരിച്ച് നാറ്റം വെച്ച ലാസർ പുറത്തു വരുമെന്ന് നീ ചിന്തിച്ചായിരുന്നോ? മറിയ, നീ വിചാരിച്ചായിരുന്നോ നിന്റെ ഉദരത്തിനകത്ത് നീ നൊന്ത് പ്രസവിച്ച അന്ന് വാഗ്ദത്തം കിട്ടി ജനിച്ച ഇമ്മാനുവേലായിട്ട് ജനിച്ച നിന്റെ മകൻ യേശു അവനെ അവർ അടിച്ച് അവൻ വിലാപ്പുറം കുത്തി തുറക്കുമെന്ന് നിനക്കറിയാമായിരുന്നോ? 2 കള്ളന്മാരുടെ നടുവിൽ അവൻ മരിക്കുമെന്ന് നിനക്കറിയാമായിരുന്നോ? അവൻ മരിച്ചു ഉയർത്തെഴുന്നേക്കുമെന്ന് നിനക്ക് അറിയാമായിരുന്നോ? അവൻ രാജാവായി മടങ്ങി വരുമെന്ന് നിനക്കറിയാമായിരുന്നോ? ഹല്ലേലൂയ. മറിയയ്ക്ക് ആ ഒരു തിരിച്ചറിവ് അന്നുണ്ടായിരുന്നു, അറിയില്ല. പക്ഷേ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. ദൈവമക്കളെ, കയ്യിൽ കിട്ടുന്നത് ഒരു ചെറിയ വാഗ്ദത്തമാണെങ്കിലും ഇന്ന് രാത്രി ജീവൻ കൊടുക്കേണ്ട വന്നാലും കയറി പിടിച്ചോണം ആത്മാവിൽ. പിന്നത്തേതിൽ എന്താണ് ദൈവം നമ്മളെപ്പറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയില്ല. ഒരു കാര്യം സുനിശ്ചിതമാണ്, ദൈവം ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ചെറുതല്ല. ഈ പ്രയർ ലൈൻ വന്ന് ദൈവമക്കളെ, നിങ്ങളുടെ മേൽ കിടക്കുന്ന കോളിങ് ഒരു ഡിസ്ട്രിക്ട് ലെവലിലുള്ള കോളിംഗ് അല്ല. I prophesy unto you that you have an international calling. നിങ്ങൾ പോകുന്ന സഭയിലെ പാസ്റ്ററോ കമ്മിറ്റിയോ അവിടുത്തെ ശുശ്രൂഷകന്മാരോ ആരുമല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. Your future is in the hand of the Lord. ഒരു പ്രസ്ഥാനമല്ല നമ്മളെ വിളിച്ചത്, ദൈവത്തിന്റെ കരമാണ് നമ്മളെ വിളിച്ചിറക്കിയതെങ്കിൽ ഇനിയും നടത്താൻ ദൈവശക്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവിൻ്റെ പേരുകൾ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പേര് ഹീ ഈസ് അവർ സേവിയർ. കർത്താവ് നമ്മുടെ സേവിയറാണ്, രക്ഷകനാണ്. മത്തായി 1:21 പറയുന്നത്. നല്ല ഇടയൻ, അവൻ നമ്മുടെ ഇടയനാണ് എന്ന് യോഹന്നാൻ 10:11 പറയുന്നു. കർത്താവ് നമ്മുടെ ഉടമസ്ഥനാണ്, മാസ്റ്ററാണെന്ന് യോഹന്നാൻ 13:13 പറയുന്നു. ഹീ ഈസ് മൈ ഫ്രണ്ട്, അവൻ എൻ്റെ സ്നേഹിതനാണെന്ന് പ്രൊവേർബ്സ് സദൃശ്യവാക്യങ്ങൾ 18:24 പറയുന്നു. ശ്രദ്ധിച്ചേ, അവിടെയൊക്കെ വ്യത്യസ്തമായി 3400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഴയ നിയമ വര്യൻ, ഒരു അഭിഷക്തൻ, എല്ലാം നഷ്ടപ്പെട്ടവൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബ് 19:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമഭക്തന്മാരിൽ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ സ്തോത്രം, ഇയ്യോബ് 3400 വർഷങ്ങൾക്ക് മുമ്പിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഐ നോ മൈ റിഡീമർ ലിവ്സ്. പക്ഷെ പുതിയ നിയമഭക്തന്മാരായ നമുക്ക് പലർക്കും പ്രശ്നങ്ങളുടെ നടുവിൽ അങ്ങനെ ഒരു തിരിച്ചറിവില്ല. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. എന്തൊരു വലിയ വെളിപ്പാടല്ലയോ പഴയ നിയമ ഭക്തനായ ഇയ്യോബിന്റെ പുസ്തകമാണ് ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്നാ പറയപ്പെടുന്ന ബൈബിളിലെ. യേശുവിന്റെ നാമത്തില്
ഉടകജന ഇന്നു രാത്രി പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറ, കോവിഡ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന മൈ റിഡീമർ ലിവ്സ്. അവൻ ഒരു നാൾ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. I know that my master will come back. എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം, ഹല്ലേലൂയ. എന്തുവാ വീണ്ടെടുപ്പെന്നറിയാമോ? ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയതിനെ, ഒരിക്കൽ സ്വന്തമായിരുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ പിന്നെയും വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് വീണ്ടെടുപ്പ്. ദാറ്റ് ഈസ് ക്വൈറ്റ് പെയിൻഫുൾ കേട്ടോ. ഒരിക്കൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി, നമ്മുടേതല്ലാത്തൊരു കാരണത്താൽ നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിച്ചേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്കത് കേൾക്കുമ്പോൾ വളരെ നിസ്സംഗമായിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് വെരി പെയിൻഫുൾ. നിങ്ങൾ ഉപയോഗിച്ചിട്ടൊരു വണ്ടി നിങ്ങളെ മോഷണം പോയി, നാളെ നിങ്ങൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആ വണ്ടി അവിടെ വിൽക്കാനിട്ടേക്കും, നിങ്ങൾ കേസ് കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് പെയിൻഫുൾ. നമ്മുടെ ഒരു വസ്തു എത്ര വില കുറഞ്ഞാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഫോൺ അവിടെ ഇരിക്കുന്നു വിൽക്കാൻ. ഇറ്റ്സ് വെരി പെയിൻഫുൾ. നമ്മളതിന് വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുമ്പോൾ വി ആർ പേയിങ് ഡബിൾ എഫേർട്ട്, ഇല്ലേ? 2 ഇരട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നലെ 3 ഗ്രീക്ക് പദങ്ങളാണ് നമ്മൾ വീണ്ടെടുപ്പിന് നിദാനമായി പഠിച്ചത്. 3 ഗ്രീക്ക് പദങ്ങൾ. ആമേൻ. നമ്മൾ ഇന്നലെ പഠിച്ചു അഗ്രസോ, എക്സഗ്രസോ ആൻഡ് ലുട്രോ. മൂന്നാമത്തെ പദം ലുട്രോ എന്ന പദമാണ്. LUTROO. A third term that is used to explain redemption is lutro, which means to obtain release by the payment of a price. ഇതിന് 3നും ഉള്ള ഒരു ഘടകമാണ് പണം കൊടുത്താണ് വിടുവിച്ചിരിക്കുന്നത്. I mean, the idea of being set free by payment of a ransom is prevalent in this world. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. The book of Luke, let me take it. The book of Luke chapter 24-21. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു റാൻസം കാണാൻ പറ്റും. 21-ാമത്തെ വാക്യം ഐ വിൽ റീഡ് ഇറ്റ്. അവൻ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. സ്തോത്രം. ഞങ്ങൾ വിചാരിച്ചിരുന്നു അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുമെന്ന്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മൾ പത്രോസിന്റെ ലേഖനം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. 1 പത്രോസ് 1:18 ബിലീവേഴ്സ് ഹാവ് ബീൻ റിഡീംഡ് ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ രക്തത്താൽ ദൈവമക്കൾ എല്ലാവരും വിടുവിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ സ്തോത്രം, ദേ ആർ റിഡീംഡ്, വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ പഠിച്ചു. എന്തിനു വേണ്ടിയാണ് വീണ്ടെടുക്കപ്പെട്ടത്? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു. ആമേൻ. ടു ബി എ പ്രഷ്യസ് ഓർ സ്പെഷ്യൽ പൊസഷൻ ഫോർ ഗോഡ്. ടൈറ്റസ് ചാപ്റ്റർ 2:14. അതൊന്ന് വായിക്കട്ടെ ഞാൻ ആത്മാവിൽ, നിങ്ങളൊന്ന് കേട്ടാട്ടെ. അവൻ നമ്മളെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. എടാ മക്കളെ, പ്രാർത്ഥനയ്ക്ക് പോടാ, പാസ്റ്ററങ്ങൾ വഴക്ക് പറയടാ, പാസ്റ്ററങ്ങൾക്ക് എന്തോ തോന്നുവാടാ, അങ്ങനെ തള്ളി കൊണ്ടുവരുന്നത് പോലെ അല്ല കർത്താവ് കാൽവറി ക്രൂശിലേക്ക് പോയത്. അല്ലെങ്കിൽ 10:30 10 മണിക്ക് പ്രാർത്ഥന തുടങ്ങുമ്പോൾ 11-നും 12 മണിക്കും വരികയും നേരത്തെ പോവുകയും ചെയ്യുന്ന പോലെ അല്ല കർത്താവ് കാൽവറി ക്രൂശിലേക്ക് പോയത്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് കയറിയത് എങ്ങനെയാന്നാ തീത്തോസ് 2:14 പറയുന്നത്. അവൻ നമ്മളെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ സകലരെയും പുറത്തു കൊണ്ടുവരുവാനായിട്ട്. സകലത്തിൽ നിന്നും സകല അധർമ്മത്തിൽ എന്ന് വെച്ചാൽ ഇനി ഒന്നും ശേഷിക്കുന്നില്ല. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പേര് പറയപ്പെട്ട എല്ലാവിധമായ അധർമ്മത്തിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുത്തു. എന്തിനാ വീണ്ടെടുത്തെന്ന തീത്തോസ് പറയുന്നത്? സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമാകാൻ വേണ്ടി. എന്തിനു വേണ്ടിയാ വീണ്ടെടുത്തത്? സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി
തനിക്കു വേണ്ടി ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമുക്ക് വേണ്ടി കൊടുത്തു എന്നുള്ള പദം മനസ്സിലായോ? It is a ransom sacrifice. The death of Christ was a vicarious death. Or കർത്താവിൻ്റെ മരണം ഒരു കൊലപാതകമല്ല, അതൊരു ആത്മഹത്യ അല്ലായിരുന്നു, അതൊരു റാൻസം സാക്രിഫൈസ് ആയിരുന്നു. എന്ന് വെച്ചാൽ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവായിരുന്നു, സന്തോഷത്തോടെ ക്രൂശിനെ സഹിക്കുവായിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിർബന്ധത്താൽ അല്ലായിരുന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ജനിക്കാൻ പോകുന്നൊരു സഭയെ ആത്മാവിൽ കണ്ടുകൊണ്ട്, തൻ്റെ മുൻനിർണയത്തിൽ കണ്ടുകൊണ്ട്, തൻ്റെ ദർശനത്തിൽ കണ്ടുകൊണ്ട്, തൻ്റെ പരിജ്ഞാനത്തിൽ കണ്ടുകൊണ്ട് ദൈവം സന്തോഷത്തോടെ, കർത്താവായ യേശുക്രിസ്തു സന്തോഷത്തോടെയാണ് ക്രൂശിലേക്ക് പോയത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ആത്മാവിന് ഒരു ദൂത് പറയട്ടെ, കർത്താവിന് വേണ്ടി ഒരു ചെറിയ വിരലെങ്കിലും ചലിപ്പിച്ചാൽ സന്തോഷത്തോടെ ചെയ്യണമെന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ഫ്രീ വില്ല് തന്നത്. നിങ്ങൾക്ക് കർത്താവിനെ വേണ്ടെങ്കിൽ യു ഹാവ് ആൻ ഓപ്ഷൻ. പക്ഷേ ഫ്രീ വില്ലിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ കർത്താവിനെ സേവിക്കുവാണെങ്കിൽ ഉന്മേഷത്തോടും സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കർത്താവിനെ സേവിക്കണം. ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, ഞാൻ മുന്നോട്ട് പോകുകയാണ്. എന്നെ വീണ്ടെടുത്തവൻ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നമുക്ക് ഈ രക്ഷണ്യ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ പറ്റും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ ചൊരിഞ്ഞ് നമ്മളെ പാപത്തിൻ്റെ രോഗത്തിൻ്റെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് പഴയ നിയമത്തിൽ പറയുന്ന ആ ലോയിൻ്റെ ആ കണ്ടംനേഷനിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വീണ്ടെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ഈ യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞു, മർക്കോസിന്റെ ലേഖനം 10-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും, മറുവിലയായിട്ട് കൊടുക്കാൻ. എന്തുവാ മറുവില എന്ന് വെച്ചാൽ? ദാറ്റ് ഈസ് എ റാൻസം പ്രൈസ്. റാൻസം പ്രൈസ്, അത് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല, അത് മോഹവിലയാണ്. ഹല്ലേലൂയ. ഓ ഷമാന ഹസ്തനാദനാസിയാന, താങ്ക് യു ജീസസ്. ഓ ജീസസ് ഈസ് അവർ റിഡീമർ. കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ ജാമ്യക്കാരൻ. നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ഉടമസ്ഥൻ. ഇന്ന് രാത്രി ആത്മാവിൽ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, നീ എൻ്റെ ഉടമസ്ഥനാ. നീ എന്നെ സൃഷ്ടിക്ക മാതൃകയല്ല, നീ എൻ്റെ ഉടമസ്ഥൻ കൂടെയാ. നമ്മളെ സൃഷ്ടിച്ചു ദൈവം, എന്നാൽ നഷ്ടപ്പെട്ടു പോയ നമ്മളെ വീണ്ടെടുക്കാൻ കർത്താവ് കാൽവറിയിൽ സ്തോത്രം നമുക്ക് വേണ്ടി യാഗമായി വില നൽകിയ എൻ്റെ യജമാനനെ, എൻ്റെ യജമാനനെ. ഒന്ന് പറഞ്ഞേ, മായോന, my redeemer. എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മെനയുന്നോനേ, കുറവുകൾ എന്നുടമസ്ഥനേ, വില നൽകിയ എൻ്റെ യജമാനനേ, കുറവുകൾ നീക്കും എന്നുടമസ്ഥനേ, വില നൽകിയ എൻ്റെ യജമാനനേ. ഹല്ലേലൂയ, വില നൽകിയ എൻ്റെ യജമാനനെ. ഇത് രാത്രി ഹൃദയത്തിൽ തട്ടി ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. ആർക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞാലും ഈ അപ്പൻ നിങ്ങളെ വേണ്ടാന്ന് പറയത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ അവിടുത്തെ രക്തത്തിൻ്റെ വിലയാണ്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, നമ്മളെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണ്, നമ്മളെ ദത്തെടുത്തതാണ്, നമ്മളെ വീണ്ടെടുത്തതാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ലെട്രോ എന്ന പദം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്തോത്രം, പെയ്ഡ് ഫോർ അസ്, നമുക്ക് വേണ്ടി വില കൊടുത്തിട്ട് നമ്മളെ ഫ്രീ ആക്കി. നൗ വി ആർ നോ മോർ അണ്ടർ സിൻ. ഈ പാസേജിൽ നമ്മൾ ഈ വായിച്ച ഈ വാക്യം ഒന്നുകൂടെ ധ്യാനിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ വാക്യത്തിൽ പോൾ മെൻഷൻസ്
5 elements of redemption. വീണ്ടെടുപ്പിന്റെ 5 ഘടകങ്ങളെ പറ്റി പൗലോസ് ഈ വാക്യത്തിൽ പറയുന്നത് കൂടെ ധ്യാനിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഒന്നാമത്തേത്, ദി റിഡീമർ. ആരാണ് വീണ്ടെടുത്തത്? വീണ്ടെടുപ്പുകാരൻ ആരാണ്? പൗലോസ് തന്നെ അതിന് ഉത്തരം പറയുന്നു. വീണ്ടെടുപ്പുകാരൻ പുത്രനായ യേശുക്രിസ്തുവാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ആത്മാവിൽ നിന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കുകയും നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. 14-ാം വാക്യം, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഈ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ പ്രയർ ലൈനിൽ 30 കുടുംബങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ആ വീണ്ടെടുപ്പുകാരനെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മളെ വീണ്ടെടുത്തത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു യേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ രക്തത്താലാണ്. ഫ്രീലി ബിസ്റ്റോവ്ഡ്. അതാണ് എഫേസ്യ ലേഖനം പറയുന്നത്. സൗജന്യമായി, തൻ്റെ പ്രിയനിൽ സൗജന്യമായി നമുക്ക് നൽകിയ രക്ഷ. 2, ആരാണ് ഇതിന്റെ റെസിപ്പിയൻസ്? ദ റിഡീംഡ്. ആരാണ് രക്ഷിക്കപ്പെട്ടത്? ആരാണ് ആ രക്ഷ അനുഭവിച്ചത്? ഈ വാക്യത്തിന്റെ ഈ പുസ്തകം തന്നെ, എഫേസ്യ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. എഫേസ്യ ലേഖനം എഴുതിയത് 2 ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണ്. ഈ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും കൊടുത്തിരിക്കുന്നത് വേറെ ആർക്കുമല്ല. ഇതിന്റെ റെസിപ്പിയൻസ്, ഈ കൃപ ലഭിച്ചത്, ഈ വീണ്ടെടുപ്പ് ലഭിച്ചത് 2 കൂട്ടർക്കാണ്. അത് 1-ാം അധ്യായം അതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. വിശുദ്ധന്മാർക്കും സെയിൻസിന് വേണ്ടി, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൽ വിശ്വാസികളുമായിട്ടുള്ളവർക്ക്, ഫോർ ദ ബിലീവേഴ്സ്, അല്ലെങ്കിൽ who are faithful in Christ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞത്. ക്രിസ്തുവിൽ വിശ്വസ്തർക്കും വിശുദ്ധർക്കും വേണ്ടി എഴുതിയതാണ്. വിശ്വസ്തർക്കും വേണ്ടിയാണ് കർത്താവ് രക്തം ചിന്തിയത്, നിന്നെ വിശ്വസ്തനാക്കാൻ, നിന്നെ വിശുദ്ധനാക്കാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയാം, അതിന്റെ റെസിപ്പിയൻസ് വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. അതിന്റെ റെസിപ്പിയൻസ് വിശുദ്ധന്മാരും വിശ്വാസികളുമാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. റിഡീംഡ്. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ എപ്പോഴും പറയണം, ഐ ആം റിഡീംഡ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ രക്ഷ പ്രാപിച്ചവനാണ്. താങ്ക് യു ജീസസ്. അതിൻ്റെ 3-ാമത്തെ ഘടകം ഈ വാക്യം പറയുന്നത്, ദ പ്രൈസ് വിച്ച് ജീസസ് പെയ്ഡ്. ദൈവം കൊടുത്ത ആ രക്ഷണ്യ പ്രവർത്തിക്ക് കൊടുത്ത വില എന്താണ്? അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ്റെ രക്തത്താൽ. ഘടകം അവൻ്റെ രക്തമാണ്. അടുത്ത ഘടകം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദ റിഡംപ്റ്റീവ് പ്രൈസ്, കൊടുത്ത വിലയാണ് പറയുന്നത്. എബ്രായ ലേഖനം 9:19. എബ്രായ ലേഖനം 9:19 അതിനാധാരമായിട്ട് ഞാൻ വായിക്കുന്നത്. 9:19 ഇങ്ങനെ പറയുന്നു: മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജഡത്തോട് പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ആമേൻ. എബ്രായർ 9:19 പറയുന്നു, മോശ ഈസോപ്പും ചുമന്ന ആട്ടിൻ രോമവും രക്തവും ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാവിന്റെ രക്തവും വെള്ളവും എടുത്തിട്ട്. ശ്രദ്ധിച്ചേ, ആ വെളിപ്പാട് നമ്മൾ കുരികിലിനെ പറ്റി പഠിച്ചപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. അത് അതിന്റെ ജനത്തിന്റെ മേൽ, സകല ജനത്തിന്റെ മേലും തളിക്കും. സ്പ്രിങ്കിൾഡ് ബ്ലഡ്, ബ്ലെസ്സിങ്,
ബ്ലഡ് സിയാൻ, ഇതൊന്നും മറന്നു പോകരുത്. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം. അന്ന് മോശ പറയും, ഇത് നിയമത്തിൻ്റെ രക്തമാണ്. അങ്ങനെ തന്നെ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണന്മേലും എല്ലാം രക്തം തളിച്ചു. അവിടെ എല്ലാം രക്തത്തെ തളിക്കും. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ദൈവത്തിന്റെ ആത്യന്തികമായ ഒരു കൽപ്പനയായിരുന്നു, രക്തം ചിന്തിയിട്ടല്ലാതെ ആമേൻ വിമോചനമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു ദൈവിക കൽപ്പനയെ അനുസരിപ്പാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന കർത്താവിന് സകല മാനവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അങ്ങനെ തന്നെത്താൻ കർത്താവ് താഴ്ത്തിയത് കൊണ്ട് സകല മാനത്തിനും ബഹുമാനത്തിനും പദവികൾക്കും എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഉപരിയായി എൻ്റെ കർത്താവിനെ ഉയർത്തി. ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, ആമേൻ. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് ഒന്ന് ധ്യാനിച്ച് നിങ്ങൾ എഴുതണം. ലെറ്റ് ഇറ്റ് ബി എ ഹോംവർക്ക് ഫോർ യു. യെസ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി രക്തം ചിന്തിയതുകൊണ്ട്, ആ റിഡംഷൻ എനിക്ക് കിട്ടിയത് കൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത്? ആമേൻ. എഫേസ്യ ലേഖനം പറഞ്ഞ് സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും കിട്ടി. അതിക്രമങ്ങൾ, ആമേൻ, ആമേൻ, അതിക്രമത്തിൽ നിന്ന് മോചനം കിട്ടി, പാപത്തിൽ നിന്ന് മോചനം കിട്ടി. ഈ വാക്യത്തിൽ, നമ്മൾ വായിച്ച എഫേസ്യ ലേഖനത്തിൽ തന്നെ, ആ ഇന്ന് വായിച്ച വാക്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് എന്തു കിട്ടിയെന്ന്, അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകലവും ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് രണ്ടു കാര്യം. ഇവിടുത്തെ PhD കാരനല്ല സകല ജ്ഞാനവും കൊടുത്തിരിക്കുന്നത്. സകല വിവേകവും സകല ജ്ഞാനവും രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനാണ്. redeemed people of God, God has given you all knowledge. എല്ലാ ജ്ഞാനവും. ഇനി എനിക്ക് ജ്ഞാനമില്ലാത്തവനാന്ന് പറയരുത്, ഞാൻ ജ്ഞാനിയല്ല എന്ന് പറയരുത്. നീ ജ്ഞാനിയാണ്. ദൈവം നിന്നെ ജ്ഞാനിയാക്കിയേക്കോ. വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നീ ആ കൃപാധന പ്രകാരം സകല ജ്ഞാനവും, അത് ദൈവത്തിന്റെ ഒരു ഫേവറാ. സകല ജ്ഞാനം. പഴയ നിയമത്തില് മോശയുടെ കൈതാങ്ങിയ ഹൂരിന്റെ കൊച്ചു കൊച്ചു മകനായ ബെസാലിയേലിനെ ദൈവം ദിവ്യാത്മാവിനാൽ നിറച്ചു ആലയത്തിന്റെ പണികൾ ചെയ്യുവാൻ. താങ്ക് യു ജീസസ്. സകല ജ്ഞാനവും അവന്റെ മേൽ അങ്ങ് പകർന്നു. അവനൊരു എഞ്ചിനീയറിംഗ് സ്കൂളിൽ പോയി പഠിച്ചവനല്ല, പക്ഷെ അതിനുവേണ്ടി ദൈവം അവനെ പ്രാപ്തനാക്കി. സകല ജ്ഞാനവും കൊടുത്തു. ഇന്ന് രാത്രി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ മേൽ ദൈവം സകല ജ്ഞാനത്തെയും പകരുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന 30 കുടുംബങ്ങളോട്, 30 വ്യക്തിജീവികളുടെ ആത്മാവിൽ ദൂത് പറയാൻ സകല ജ്ഞാനവും ദൈവം പകരും. ശലോമോൻ പ്രാർത്ഥിച്ചു, ശലോമോൻ, കർത്താവേ, നീ എനിക്ക് രാജ്യം ഭരിക്കാൻ ഒരു ശകലം ശക്തി തരണം, ഈ ജനത്തെ ഭരിക്കാൻ ഒരു കൃപ തരണം. പക്ഷെ സ്വർഗം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലെ ഒരുത്തൻ നിനക്ക് മുമ്പും നിനക്ക് ശേഷവും ഉണ്ടാകത്തില്ല. There will be not a person like you before or after you, because you are unique. ദൈവത്തോട് ചോദിച്ച് ദൈവം അരുളി ചെയ്യുമ്പോൾ ദൈവം തരുമോ? അങ്ങനെയാകട്ടോ. നിന്നെ പോലെ വേറൊരാൾ ഉണ്ടാകാത്ത രീതിയിൽ സ്വർഗം നമ്മളെ ഉയർത്തും. ശമന ഹതനഗടഗതന സകല ജ്ഞാനവും. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാം വാക്യം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച, ഇച്ചിരിയൊന്നും അല്ല തന്ന കേട്ടോ, ടേസ്റ്റ് നോക്കാൻ മാത്രമല്ല എന്ന്, ധാരാളമായിട്ട് തന്നു. കൃപാധന പ്രകാരം. ഹല്ലേലൂയ. സകല ജ്ഞാനവും വിവേകവും. അപ്പം രക്ഷിക്കപ്പെട്ട നമുക്ക് സകല ജ്ഞാനവും വിവേകവും തന്നു. വിവേകം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വിവേകമുള്ളത്. 51 വെട്ടുവെട്ടി മനുഷ്യനെ കൊല്ലുമ്പോൾ, നരയാധമന്മാർ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വിവേകമുള്ള ദൈവമക്കൾ ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഫൊർഗീവ്നെസ് കിട്ടി. നമുക്ക് ഫൊർഗീവ്നെസ് കിട്ടി. അവൻ ലംഘനം മറച്ചും
പാപം ക്ഷമിച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പഴയ നിയമത്തിൽ മറയ്ക്കുമായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ കഴുകിക്കളയുക. യേശുവിന്റെ നാമത്തിൽ മറയ്ക്കുന്ന പരിപാടിയല്ല. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ദൈവമക്കളെ, ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് പഴയത് പറഞ്ഞുകൊണ്ട് വരും. പഴയ പരാജയങ്ങൾ, പഴയ ബന്ധങ്ങളിലെ വീഴ്ചകൾ, പഴയ കാര്യങ്ങൾ, പഴയത് പഴയത് പഴയത്. ദൈവം ക്ഷമിച്ചതിനെ പോലും കുത്തി 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 കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് വിങ്ങലുകൾ ഉണ്ടാക്കും. ഇന്ന് രാത്രി സ്വർഗം ക്ഷമിച്ചത്, രക്തത്താൽ കഴുകപ്പെട്ടത് പോയി, അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സ്വർഗം ആർക്കും തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ നിന്നെ കർത്താവ് കഴുകി ശുദ്ധീകരിച്ചു. ഇന്ന് രാത്രി ഹൃദയത്തിൽ വിങ്ങുന്ന കുറ്റബോധവുമായിട്ടാണോ ഇരിക്കുന്നത്? ചെറുപ്പത്തിൽ ചെയ്തത് അറിയാതെ ചെയ്തു പോയ കുറ്റബോധത്തോടെ ഇരിക്കുന്നെങ്കിൽ ഇന്നു രാത്രിയിൽ ആ കുറ്റബോധം കൊണ്ട് ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ പാപം എത്ര കഠിന ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കും. ഇന്ന് ഈ 11 മണിയോട് അടുക്കുന്ന സമയത്ത് ആമേൻ, ഇന്നു വൈകിട്ട് ചെയ്ത പാപം പോലും ഇന്ന് ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, അല്ല ചെറുപ്പത്തിൽ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്ത തെറ്റുകളാണെങ്കിൽ പോലും നിന്നെ കഴുകി വെടിപ്പാക്കി ആമേൻ, നിന്നെ ഹല്ലേലൂയ ഇപ്പോൾ ജനിച്ചൊരു പൈതലിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ ഹല്ലേലൂയ വീണ്ടെടുപ്പാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓ റബ ശംദരാജനാദിയ. ഒരു യൂണിവേഴ്സൽ സാൽവേഷനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. I don't believe in a universal salvation. സൂര്യൻ്റെ കീഴിൽ ജനിച്ച എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ അത് അംഗീകരിക്കാത്തവരെ ദൈവം അംഗീകരിക്കത്തില്ല. യേശു കർത്താവിനെ വായ കൊണ്ട് ഏറ്റുപറയാതെ രക്ഷിക്കപ്പെടാത്ത ഒരുത്തനും, കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കാത്ത ഒരുത്തനും, അത് സ്വീകരിക്കാത്തവനെ ദൈവത്തിനെ വെല്ലുവിളിക്കുന്നവനായിട്ടാണ് സ്വർഗം കാണുന്നത്. ആത്മാവിനെ ഞാൻ തിരിച്ചറിയുന്നു, അത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും ആമേൻ, നിങ്ങൾ അതിനെതിരായി നിൽക്കരുത്. കർത്താവ് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. ദൈവം ശുദ്ധീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആ റിഡംഷൻ, റാൻസം സാക്രിഫൈസ്, കർത്താവിലൂടെ നമുക്ക് കിട്ടിയ ഫൊർഗീവ്നെസ്, നമുക്ക് കിട്ടിയ ഫൊർഗീവ്നെസ്. കർത്താവ് ക്ഷമിച്ചു. മനുഷ്യനാണെ ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. മനുഷ്യൻ പൊറുക്കത്തില്ല, മനുഷ്യൻ മറക്കത്തില്ല. എങ്കിലും അവൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ പറയും. പക്ഷെ സ്വർഗം അങ്ങനെയല്ല. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് ക്ഷമിച്ചതിനെ കുത്തി കുത്തി കൊണ്ടുവന്ന് വേദനിപ്പിക്കുന്നവനല്ല എൻ്റെ ദൈവം. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അവൻ കൂടെ നടക്കുമ്പോൾ ഉള്ള വീഴ്ചകൾ, പിണങ്ങുമ്പോൾ വിളിച്ചു പറയുന്ന കൂട്ടുകാരെ പോലെ, മനുഷ്യരെ പോലെ അല്ല ദൈവം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അവൻ ദീർഘസമയം മഹാദയമുള്ള ദൈവമാണ്. സോ ദിസ് വിൽ ബി ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു ടു ബി റിഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഇന്നു രാത്രിയിലും ആ ബോട്ട് റെഡിയാണ്, ആ ആർക്ക് റെഡിയാണ്. നോഹയുടെ പെട്ടകം റെഡിയായി നിന്നതുപോലെ ദൈവത്തിൻ്റെ സഭ റെഡിയായി നിൽക്കുകയാണ്. കർത്താവിൻ്റെ ചോര, കർത്താവിൻ്റെ രക്തം, ഇന്നും സംസാരിക്കുന്ന രക്തം. ഹല്ലേലൂയ. ഇന്നും മൺമറഞ്ഞു പോകാത്ത നിത്യരക്തം പാപങ്ങളെ കഴുകുവാൻ ശക്തിയുള്ളതാണ്. ഫൊർഗീവ്നെസ്. ടൈറ്റസ് 2:14 നമ്മളതാ വായിച്ചത്. പാപങ്ങളിൽ നമ്മളെ ക്ഷമിച്ചു. നമുക്ക് കിട്ടിയത് റോമാലേഖനം 5:17. നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് we are redeemed. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് റൈറ്റസ്നെസ് ആണ്, നീതിയാണ്. നീതി മനുഷ്യർ നമ്മളിലേക്ക് പകരുന്നത് ആമേൻ കുറ്റബോധമാണ്. But God gives you the righteous conscience. Holy Spirit is giving you the righteous conscience. നിങ്ങൾ തന്നെ പറയണം, ഞാൻ നീതിമാനാണ്, സ്വർഗ്ഗം എന്ന രക്തത്താൽ നീതീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:13 പറയുന്നു,
പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ആമേൻ ആമേൻ ദൈവം നമ്മളെ വിടുവിച്ചു. ഫ്രീഡം ഫ്രം കേഴ്സ്, ശാപത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു. ആൻഡ് കൊലോഷ്യൻസ് 1:18-20, കൊലോസ് ലേഖനം 1:18 പറയുന്നു, വി ഹാവ് പീസ് വിത്ത് ഗാഡ്, ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. 1 കൊരിന്ത്യർ 6:19-20 വരെ പറയുന്നു, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് വി ഹാവ് ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ അസ്, പരിശുദ്ധാത്മാവെന്ന നിക്ഷേപത്തെ നമ്മുടെ മേൽ സ്വർഗം പകർന്നിട്ടുണ്ട്. സോ വി ആർ റിഡീംഡ്, ദാറ്റ്സ് വൈ വി ആർ ജസ്റ്റിഫൈഡ്, നാം നീതീകരിച്ചിരിക്കുകയാണ്. ആൻഡ് ഫൈനലി വി ഗോട്ട് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമുക്കൊരു പുതിയ ജീവൻ കിട്ടി. സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതിയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും. ഇന്നു രാത്രി ഞാൻ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ രക്ഷണ്യ പ്രവൃത്തിയെ പറ്റിയാണ്. ഇനി ഒത്തിരി പറയാനുണ്ട് എനിക്കറിയാം. പക്ഷെ ഇന്ന് ഞാൻ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ സ്വർഗം പറയാൻ പറയുന്ന ഒരു വാക്യം ഇതാണ്. എബ്രായ ലേഖനം 2:4 ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ, ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? അതൊരു മുന്നറിയിപ്പാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കൃപയാൽ സൗജന്യമായി ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയിൽ സന്തോഷിച്ചുകൊണ്ട് നന്ദിയോടെ ജീവിതം കഴിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, രക്ഷയെ പറ്റി പറയുമ്പോൾ, വിശുദ്ധ ബൈബിൾ രക്ഷയെ പറ്റി പറയുമ്പോൾ, റിഡംഷനെ പറ്റി പറയുമ്പോൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനോടുള്ള ബന്ധത്തിലാണ്, സ്പിരിറ്റിനോടുള്ള ബന്ധത്തിലാണ്. സ്പിരിറ്റ്, രക്ഷ എന്ന പദം പ്രധാനമായും പാപത്തിൽ നിന്നുള്ള ശിക്ഷയെ വിടുതലിനെ ഉദ്ദേശിച്ച നമ്മൾ പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 19:9, റോമർ 10:9 ഇതിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആമേൻ, സ്തോത്രം. രക്ഷ എന്ന പദത്തിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചില നിർവചനം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 2:4 നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞു, ഇത്ര വലിയ രക്ഷ. That is a phrase used in the Bible to describe the redemption. ഇത്ര വലിയ രക്ഷ. എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, ഏഴയിൽ പകർന്ന യേശു എത്ര വലിയവൻ. ഓ, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു. ഓ, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ദൈവമക്കളെ, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഇത്ര വലിയ രക്ഷ എന്നെ തേടി എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു? സത്യത്തിൽ ആ പാട്ടും ഈ രക്ഷയെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, എൻ്റെ മൂക്കടയ്ക്കും, എൻ്റെ തൊണ്ട ഇടറും. ഇത്രയും ഞാൻ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഞാനിന്ന് രാത്രി തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഇത്ര വലിയ രക്ഷ. 1 എബ്രായർ 2:4, ഇത്ര വലിയ രക്ഷ. യൂദാ 3 പറയുന്നു, പൊതുവിലുള്ള രക്ഷ. എബ്രായർ 5:9 പറയുന്നു, നിത്യരക്ഷ. നിത്യരക്ഷ. 2 മണിക്കൂറത്തേക്കോ 1 മാസത്തേക്കോ വേണ്ടിയുള്ള ഗ്രേസ് പീരീഡ് അല്ല ദൈവം തന്നേക്കുന്നത്. We are redeemed for eternity. ഹല്ലേലൂയ. യെശയ്യാവ് 33:6 പറയുന്നത് സമൃദ്ധിയായ രക്ഷ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇവയെ കൂടാതെ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ശത്രുവിൽ നിന്നുള്ള വിടുതലിനെയും, ശത്രുവിന്മേലുള്ള ജയത്തെയും, കോപത്തിൽ നിന്നുള്ള വിടുതലിനെയും രക്ഷ എന്ന് വിവക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ പത്രോസിന്റെ ലേഖനം പഠിച്ചപ്പോൾ, ഈ ദിവസങ്ങളിൽ അതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഐ വിൽ ബി ഫ്രീ. പത്രോസിന്റെ ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. നിങ്ങൾക്ക് രക്ഷയുടെ ത്രികാല അനുഭവങ്ങളെ, ദൈവത്തിന്റെ ഈ രക്ഷണ്യ പ്രവർത്തനത്തിന് ത്രികാല അനുഭവങ്ങളുണ്ടെന്ന് നാം പത്രോസിന്റെ ലേഖനം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടു, ഭൂതകാല അനുഭവം.
നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർത്തമാനകാല അനുഭവം, നാം രക്ഷിക്കപ്പെടും. ഭാവികാലം അനുഭവം, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകും. സ്തോത്രം. രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ, ആമേൻ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നും, പാപത്തോടുള്ള ബന്ധത്തിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതലും, പാപത്തിന്റെ പോരാട്ടത്തിൽ നിന്നുള്ള വിടുതലും, പാപത്തിന്റെ സാമീപ്യത്തിൽ നിന്നുള്ള വിടുതലും എന്ന് പറയാൻ പറ്റും. നമുക്ക് പാപത്തിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചു. പാപത്തോട് നമ്മൾ എല്ലാ ദിവസവും പോരാടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നുള്ള വിടുതൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പാപത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് പോലും ആ അടിമയെ വിൽക്കുന്നത് പോലെ വിൽക്കുന്ന അടിമച്ചന്തയിൽ നിന്ന്, ആമേൻ, ആ ചന്തയുടെ ആ മണത്തിൽ നിന്നും, ആ ഏരിയയിൽ നിന്നും, ആമേൻ, മാറ്റിക്കൊണ്ട് ആ അവസ്ഥയിൽ ആ സ്റ്റാൻഡേർഡ് തന്നെ മാറ്റുന്ന എക്സാജറോസോ എന്ന വാക്കുപോലെ നമ്മളെ ആ രക്ഷയുടെ ത്രികാല അനുഭവമായ രക്ഷിക്കപ്പെടുമെന്നുള്ള അവസ്ഥ വരുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അതിനുശേഷം പാപത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് പോലും ദൈവം നമ്മളെ രക്ഷിക്കും. ഇന്ന് നാം പാപമംഗലമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് പരിശുദ്ധാത്മാവ് തുണയുണ്ട്. കർത്താവിൻ്റെ രക്തം നമ്മളെ കഴുകുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാണ്. ഇത്ര വലിയ പ്രൊവിഷൻസ് പഴയ നിയമഭക്തന്മാർക്കില്ലായിരുന്നു. അവർ ഈ രക്ഷയെപ്പറ്റി ആരാഞ്ഞറിഞ്ഞു, അവർ ആരാഞ്ഞറിയാൻ ശ്രമിച്ചു. അതാ പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചത്. അവർ ആരാഞ്ഞറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അവർക്ക് വേണ്ടിയുള്ള രക്ഷയല്ല. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അവർ പ്രവചിച്ചപ്പോൾ അവർ വിചാരിച്ചു അവരതിനകത്തിൽ വരുമെന്ന്. ഹല്ലേലൂയ. അവർക്ക് ഈ രക്ഷണ്യ പ്രവൃത്തിയെ പറ്റി അവർ പ്രവചിച്ചപ്പോൾ ആ പ്രവചിച്ച പ്രവാചകന്മാർ അവർ ആരാഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് തങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഈ രക്ഷ. ഹല്ലേലൂയ. തങ്ങൾ ശുശ്രൂഷ ചെയ്യുവാന്ന് അവർക്ക് വെളിപ്പെട്ടു. അവർ വെറും ശുശ്രൂഷകരാണ്, ഇതിന്റെ റെസിപ്പിയൻസ് വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആ രക്ഷയെങ്കിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാര് പോലും കുനിഞ്ഞു നോക്കുന്നു. യെസ്, നമ്മളിതെല്ലാം സവിസ്തരമായിട്ട് ദിവസങ്ങൾ എടുത്ത് പഠിച്ചതാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത്ര വലിയ രക്ഷ, പഴയ നിയമഭക്തന്മാര് കൊതിച്ചിട്ട് കിട്ടാതിരുന്ന രക്ഷ, ദൂതന്മാര് പോലും കുനിഞ്ഞു നോക്കുന്ന വലിയ രക്ഷ, അതിൻ്റെ എല്ലാ അവകാശികളായിത്തീരുവാൻ ദൈവം നമ്മളെ കർത്താവിൽ തെരഞ്ഞെടുത്തതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ മുൻനിർണയം നമ്മുടെ മേലുണ്ടായിരുന്നതാണ്. അവൻ ഈ പഠനം തുടരുമ്പോൾ നാളെ നമ്മൾ മുന്നോട്ട് പോകും. ബാക്കിയുള്ള ഭാഗം നമ്മൾ കർത്താവിൽ പഠിക്കും. അടുത്ത വാക്യം നമ്മൾ പഠിക്കും. റിഡംഷൻ എന്താണെന്ന് മനസ്സിലായി. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ രക്ഷിക്കപ്പെടാൻ കാരണം, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കാരണം ഒരു ട്രാക്റ്റാണ്. ആ ട്രാക്റ്റ് ഞാൻ വായിച്ചു തുടങ്ങുമ്പോൾ അമേരിക്കയിലെ ഒരു നദിക്ക് കുറുകിനായിട്ട് ഒരു പാലമുണ്ട്. ആ പാലം പൊക്കുകയും താക്കുകയും ചെയ്യാൻ പറ്റുന്ന പാലമാണ്. ആ പാലം ഒരു ലിവറിൽ പിടിച്ചു വലിക്കുമ്പോൾ ആ പാലം മാറിക്കൊടുക്കും, കപ്പലുകൾ കടന്നു പോകും. ഹല്ലേലൂയ. ആ പാലം പൂർവ്വസ്ഥിതിയിലാക്കുമ്പോൾ ട്രെയിൻ അതിൻ്റെ മുകളിലൂടെ കടന്നു പോകും. ഒരു ദിവസം ആമേൻ ആ ലിവർ ഉപയോഗിക്കുന്ന ആ പാലം നിയന്ത്രിക്കുന്ന മനുഷ്യനെ പാലം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പൽ അതിശീഘ്രം കടലിലൂടെ കടന്നുപോയി. സ്തോത്രം. ആ ജലധാരയിലൂടെ കടന്നുപോയി. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് സൈറൻ കേട്ടു. ഇത് ചരിത്ര സംഭവമാകട്ടോ. സൈറൻ കേട്ട് അദ്ദേഹം നോക്കുമ്പോൾ ട്രെയിൻ പെട്ടെന്ന് വരുന്നു. അങ്ങേ തലക്കിൽ നിന്ന് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് തനിക്ക് കഴിക്കുവാനുള്ള ആഹാരവുമായി തൻ്റെ ഏകജാതനായ തൻ്റെ ഒറ്റ മകൻ കടന്നു വരുന്നു. ആ മനുഷ്യൻ വിറങ്ങലിച്ചു പോയി. തൻ്റെ ലിവറിൽ കൈപിടിച്ചുകൊണ്ട് അല്പസമയം താൻ ലിവർ കറക്കിയാൽ
തൻ്റെ ഏകമകനെ തനിക്ക് നഷ്ടമാകും. ലിവർ ചലിപ്പിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ആമേൻ ആ നദിയിൽ നിബദിച്ച് ലോകത്തോട് യാത്ര പറയും. ആ അപ്പൻ, കരുണാമയനായ അപ്പൻ, മകനോട് സ്നേഹമുള്ള അപ്പൻ, ചങ്ക് പെടഞ്ഞുകൊണ്ട് കണ്ണിറുക്കി പിടിച്ച് ആ ലിവറിൽ പിടിച്ച് ശക്തിയായി തിരിച്ചു. ഹല്ലേലൂയ. ചരിത്രം പറയുന്നു, നമ്മുടെ കരിമ്പ് ജ്യൂസ് കടയിലെ കരിമ്പും ചണ്ടി പുറത്തു വരുന്ന പോലെ. യെസ്, അതല്ലേ കാൽവറിയിൽ സംഭവിച്ചത്. ആ കുഞ്ഞ് ആ ചെയിനുകൾക്കകത്തുപെട്ട് അവൻ ചതഞ്ഞരഞ്ഞു. ഇതൊന്നും അറിയാതെ കൂക്കു വിളിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അനേകർ ആ ട്രെയിനിൽ രക്ഷപ്പെട്ട് അക്കരെ എത്തി. അവരറിഞ്ഞില്ല, തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങൾ ആ ട്രെയിനകത്തുണ്ടായിരുന്നവർക്ക് മുഴുവൻ രക്ഷയ്ക്കായി അവർ പോലും അറിയാതെ ഒരു കുഞ്ഞ്, ഏകജാതൻ, ഒരു അപ്പൻ്റെ കൺമണി, ആമേൻ, സ്തോത്രം, ചതച്ചരയ്ക്കപ്പെട്ടു. യെസ്, ഹല്ലേലൂയ. ആ ട്രാക്റ്റിലേക്ക് കണ്ണുനീർ വീഴ്ത്തിയിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ, ഐ ലവ് യു. യു ഡൈഡ് ഫോർ മീ ആൻഡ് ഐ വിൽ ലിവ് ഫോർ യു. നീ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഈ ബൈബിൾ സ്റ്റഡിയിൽ റിഡംഷൻ എന്നുള്ള പദം പരിശുദ്ധാത്മാവിൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, ഹൗ മെനി ഓഫ് യു ആർ റെഡി ടു ഗീവ് യുവർ ലൈഫ് ടു ജീസസ്? യേശുവിന് വേണ്ടി ആ ജീവനെ കൊടുക്കാൻ എത്ര പേർ തയ്യാറാകും? ഈ ലോകത്തിലെ മായയുടെ പിന്നാലെ പോയാൽ ഇതിനെല്ലാം ഒരു അവസാനമുണ്ട് കേട്ടോ. എവ്രിതിങ് വിൽ ഫിനിഷ്. ഈ ലോകത്തിലെ എല്ലാം അനുഭവിച്ച ശലോമോൻ പറഞ്ഞു, ഹാ മായ, മായ, സകലവും മായയാണ്. എവ്രിതിങ് ഈസ് വാനിറ്റി. എവ്രിതിങ് വിൽ ഫെയ്ഡ് അവേ. എല്ലാം മാഞ്ഞു പോകും. എന്നാൽ മാഞ്ഞു പോകാത്തതൊന്ന് മാത്രമേ ഉള്ളൂ, ക്രൂശിലെ സ്നേഹം. ക്രൂശിലെ സ്നേഹം. എത്ര പേർ സമർപ്പിക്കും ഇന്ന് രാത്രി? ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ്. യു ആർ നോ മോർ എ സ്ലേവ് ടു ഫിയർ, ബട്ട് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. ക്രിസ്തു അവൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാൽവറിയുടെ ചക്കിൽ നമുക്ക് വേണ്ടി അരയ്ക്കപ്പെട്ട നല്ല ഗോതമ്പ് മണിയായ കർത്താവ്, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മളെ സ്നേഹപൂർവ്വം വിളിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഇന്ന് രാത്രി വിളിക്കുക. ജീസസ് കോൾസ് യു. യേശു വിളിക്കുന്ന, യേശു നിന്നെ വിളിക്കുന്നു. ഈ പാപമംഗലമായ ജീവിതത്തിൽ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം ചുമക്കുവാനായി നിന്നെ വിളിക്കുന്നു. യേശുവിനായി ജീവിതം കൊടുക്കുവാൻ തയ്യാറാണോ? നരകത്തിൻ്റെ ഭീകരത കണ്ടുകൊണ്ടല്ല കർത്താവിനെ അറിയേണ്ടത്, രക്ഷണ്യ പദ്ധതിയുടെ വിലയറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിനെ പിൻപറ്റാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനമുണ്ട്. No more, you are no more a sinner. That is the greatest news of the Bible. You are no more a sinner. നീ ഇനി പാപിയല്ല, നീ ഇനി മകനാണ്, നീ ഇനി മകളാണ്. ക്രിസ്തുവിൻ്റെ രക്തം നിന്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞു. ദുഷ്ടപിശാചേ, നീ കള്ളം പറയുമല്ലേ ഞാൻ പാപിയാന്ന്? ഐ ആം നോ മോർ എ സിന്നർ, ഐ ആം എ സെയിന്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വിശ്വാസികൾക്കും വിശുദ്ധന്മാർക്കും വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കാം. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വിലങ്ങ് വാങ്ങപ്പെട്ട സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അതിനായി ഒരുങ്ങാം. യേശുവിൻ നാമത്തിൽ ഈ വീണ്ടെടുപ്പ് എന്നുള്ള പദം ഞാനിവിടെ എനിക്കറിയില്ല. നാളെ കർത്താവ് എന്നോട് പറയും, ഞാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ ചലിക്കും. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.